Good morning. Good morning, teacher. Good morning. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? സുഖമായിട്ടിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes, ma'am. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രെയർ ചെയ്തോളൂ കേട്ടോ. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീല ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലമൂടെന്നെ ശാന്തി അറിയണമേ. താങ്ക് യു ടീച്ചർ. Thought of the day. Small steps every day lead to big achievements. Thank you. Good morning, teacher. Sign in. The thirsty crow. Once there was a crow. He was very thirsty. He looked for water everywhere. At last, he saw a water pot near a tree. He looked inside the pot. There was a very little water in it. The crow saw some stones nearby. He thought of a plan. He picked up some stones and put them one by one in the pot. The water level in the pot came up. The crow drank the water and flew away happily. The moral of the story is hard work leads to success. Thank you and have a nice day. ഓക്കെ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? സേഫ്റ്റി കഴിഞ്ഞായിരുന്നു മാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ് ഇനി അടുത്തത്. ആ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സേഫ്റ്റിയെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇനി അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്? എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? എക്സ്പ്ലെയിൻ ചെയ്യാമോ? മാം അതിലുള്ളതാണോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സെയിം ആണോ ചെയ്യേണ്ടത്? സെയിം പറയണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ സുരക്ഷിതത്വം നമ്മൾ ഉറപ്പ് വരുത്തണം. അവരുടെ കെമിക്കലുകളൊന്നും അവരുടെ അടുത്ത് വയ്ക്കരുത്. മെഡിസിൻസ് ഒന്നും അവരുടെ അടുത്ത് വയ്ക്കരുത്. ഇലക്ട്രിക്കൽ വയറുകളെല്ലാം ഇൻസുലേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ പൊട്ടിയ ഗ്ലാസ്സുകള് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തറയിൽ ഇടുക ഒന്നും ചെയ്യരുത്. പിന്നെ ഫയർ വർക്ക് അതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണം. പിന്നെ കുട്ടികൾ സ്കൂളിലോട്ട് പോവും വരികയും ചെയ്യുമ്പോൾ അവരുടെ വെഹിക്കിൾസ് ട്രാവൽ ചെയ്യുന്ന രീതികൾ നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ റിസ്കി ആയിട്ടുള്ള ഗെയിമിൽ നിന്ന് അവരെ നമ്മൾ സുരക്ഷിതത്വം അവർക്ക് കൊടുക്കണം. ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഓക്കെ. ഈ ഞാന് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ. പിന്നെ ഷോള് കുരുങ്ങിയ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. അത് പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പൊ കുറച്ചും കൂടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് അല്ലേ? ഓക്കെ. അപ്പോ ഈ നമ്മള് ഈ അമ്മമാര് ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് കിച്ചണിലൊക്കെ ജോലിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞിന് ഷോളോ സാരിയോ ഒക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും കൊടുക്കാറുണ്ടോ? ഇല്ല. ചിലവര് കൊടുക്കാറുണ്ട്. ചിലപ്പോ ചുരിദാറിന്റെ ഷോൾ ആയിരിക്കാം, അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും ഒക്കെ ഒരു സാരി ആയിരിക്കാം. ഇത് കൊടുത്തിട്ട് അമ്മ എന്ത് ചെയ്യും? കിച്ചണിലോട്ട് തിരിച്ചു പോകും. അപ്പൊ കുഞ്ഞ് അത് അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ കുഞ്ഞ് ഒറ്റക്കാണെങ്കിൽ ഈ സാധനം കയ്യിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? കുഞ്ഞത് കഴുത്തിലൊക്കെ ഇട്ട് പ്രശ്നാവില്ലേ? ആവില്ലയോ? തീർച്ചയായും അല്ലെ? കുഞ്ഞിന് അറിയില്ല എന്താണെന്ന്. ചിലപ്പോ കുരുക്ക് പോലെയൊക്കെ വീഴാം, പിന്നെ ശ്വാസം കിട്ടാണ്ടാകാം അല്ലെ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നമ്മൾ കൂടെ തന്നെ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് കൊടുക്കാനായിട്ട് നിൽക്കരുത്. ഓക്കെ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മുടെ ശ്രദ്ധ എത്തേണ്ട ഒരു പ്രായം എന്ന് പറയുന്നത് ഒന്ന് വളരെ ചെറുപ്പത്തിൽ, അതായത് നമുക്കറിയാം, അതായത് കുഞ്ഞ് ജനിച്ചു വീഴുന്നത് മുതൽ കുഞ്ഞിനൊരു എന്താ പറയാ ഒരു 3-4 വയസ്സൊക്കെ ആകുന്നത് വരെ, അല്ലെങ്കിൽ 5 വയസ്സാകുന്നത് വരെയാണ് നമ്മളുടെ കെയർ കൂടുതലായിട്ട് കുഞ്ഞിന് കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടിയും 5 വയസ്സിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കെയർ ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പൊ 6 തുടങ്ങി 10 വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് കൂടുതൽ എന്താ പറയാ ഇത്തരത്തിലുള്ള സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോ പ്രത്യേകിച്ച് അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഇത് വയനാട്ടിൽ നടന്നൊരു സംഭവമാണ്. ആദിവാസി ഏരിയ ആയിരുന്നു. അവിടെ അച്ഛനും അമ്മയും ഉണ്ട്. അതുപോലെ തന്നെ 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അതിനകത്ത് മൂത്ത കുഞ്ഞിന്റെ വയസ്സ് 10, രണ്ടാമത്തെ കുഞ്ഞിന്റേത് 5, മൂന്നാമത്തെ കുഞ്ഞെന്ന് പറയുന്നത് 3 വയസ്സാണ്. ഓക്കെ. അപ്പൊ ഈ കുഞ്ഞുങ്ങള് വീട്ടിൽ തനിച്ചാണ്. രാവിലെ തന്നെ അച്ഛനമ്മയും ജോലിക്ക് പോകും. കാട്ടിലാണ് അവർ പോകുന്നത്. വയനാട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഉള്ളേരിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വിറക് ശേഖരിക്കാനും തേൻ ശേഖരിക്കാനൊക്കെ ആയിട്ടാണ് ഇവര് ജോലിക്കായിട്ട് പോകുന്നത്. അപ്പൊ രാവിലെ തന്നെ പോകും, ഏർലി മോർണിംഗ് പോകും. തിരിച്ചിവര് വരുന്നത് ഇരുട്ടിയിട്ടാണ്, അതായത് സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് തിരിച്ചു വരുന്നത്. അപ്പോ ഈ 3 കുഞ്ഞുങ്ങള് ആണുള്ളത്. അതിനകത്ത് മൂത്ത കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കാരണം നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു ഏരിയയൊക്കെ ആകുമ്പോൾ കുട്ടികളെ കൊണ്ട് ഒരുവിധം ജോലിയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ മൂത്ത കുട്ടിയാണ് കിച്ചണിലെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അമ്മ രാവിലെ തന്നെ പോകുന്നത് കൊണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടി വിറകടുപ്പില് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ആ കുട്ടിയുടെ ഡ്രസ്സില് തീ പടർന്ന് കയറി. ബാക്കി 2 കുഞ്ഞുങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു.
അപ്പൊ അതായത് ഈ കുഞ്ഞുങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, നമുക്കറിയാം എവിടെയുള്ള ഏരിയകൾ എന്നൊക്കെ പറയാൻ കുറച്ച് ഗ്യാപ്പിലാണ്, അടുത്തടുത്തല്ല, കുറച്ച് ഗ്യാപ്പിലാണ് വീടുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ ആരും ഇത് അറിഞ്ഞില്ല, കുഞ്ഞ് അപ്പൊ തന്നെ മരിക്കാനുണ്ടായത്. അപ്പൊ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഒട്ടും എന്താണ് സേഫ് അല്ല, അത് കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ അപകടത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാറുണ്ടോ ആരെങ്കിലും ഇതിനകത്ത്? മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുക ആരെങ്കിലും ഉണ്ടോ? നല്ല രീതിയാണോ അത്? എല്ലാവരും ചെയ്യാറുണ്ടല്ലേ? നല്ല രീതിയല്ല. കാരണം എന്താണ്, മൊബൈൽ ഫോൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് കുട്ടിക്ക് എപ്പോഴും ആ ഒരു ടെൻഡൻസി വരും. ഭക്ഷണം കഴിക്കണം എന്ന് കുഞ്ഞിനോട് പറയുമ്പോൾ കുഞ്ഞ് ആദ്യം ചോദിക്കുന്നത് മൊബൈൽ ഫോൺ തരാനാണ് പറയുന്നത്, അല്ലെ? അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നാല് തൊണ്ടയിലൊക്കെ കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വല്ലാത്ത പ്രശ്നങ്ങൾ, ശ്വാസം കിട്ടുന്നതിനൊക്കെ ബുദ്ധിമുട്ട് വരും, അല്ലെ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം ശ്രദ്ധ മുഴുവൻ എന്തിലാണ്? മൊബൈൽ ഫോണിലാണ്. ഭക്ഷണത്തിൽ ശ്രദ്ധയില്ല, വായിൽ വെക്കുന്നു, വിഴുങ്ങുന്നു, അതിനകത്തൊന്നും ശ്രദ്ധയില്ല. ഫുൾ ശ്രദ്ധ, കോൺസെൻട്രേഷൻ ഫുള്ള് പോകുന്നത് മൊബൈൽ ഫോണിലോട്ടാണ്. അപ്പൊ ഒരിക്കലും നമ്മള് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് നിൽക്കരുത്. അത് അത്ര നല്ല രീതിയല്ല. ഡൈജഷനൊക്കെ ഒരുവിധം ബാഡ് ആയിട്ടാണ് ബാധിക്കുന്നത്, കേട്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? മാം, ആ, ഇന്നലെ ഇവിടെ സ്കൂളില് 4 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്കൂൾ ബസ് ഇടിച്ചു മരിച്ചു. അവിടെയാണല്ലേ? ഇടുക്കിയില്. എന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. സ്ഥലം എവിടെയാണ്? പ്രോപ്പർ ഇടുക്കി തന്നെ, വാഴത്തോപ്പ്. അതെ അല്ലേ? സ്കൂൾ തുടങ്ങുന്ന കുഞ്ഞ് സ്കൂളിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി പുറകോട്ടങ്ങാണ്ട് വന്നതാ. ഡ്രൈവർ കണ്ടില്ല. ഒരു കുഞ്ഞ് കാലൊക്കെ വയ്യാണ്ടായി ഹോസ്പിറ്റലിലുവാ. ഒരു കുഞ്ഞ് അന്നേരം മരിച്ചു, ഒരു പെൺകുഞ്ഞ്, 4 വയസ്സുള്ളത്. ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? പറഞ്ഞില്ലേ? കുഞ്ഞുങ്ങൾ, അതായത് നമ്മൾ ബസ്സിൽ കയറ്റുമ്പോഴും പിന്നെ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഡ്രൈവേഴ്സും, അതായത് ബസ് കൺട്രോൾ ചെയ്യുന്ന ആളുകളും ഉൾപ്പെടെ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും സേഫ്റ്റി സംശയമൊന്നുമില്ലല്ലോ? അടുത്തത് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ് കേട്ടോ. അത് ആദ്യം ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാം. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അർസനവാസ് വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞു. ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Just like
Write it, Mr. വായിച്ചോളൂ. Just like 2 to 3 years age group, the 3 to 6 year old also have their own nutritional needs. A well nourished child has normal weight for height and age, is alert, active, happy, and curious. He sleeps well at night. He is not irritable, as has good attention span and has good hunger and normal bowel movements. Her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist, and glowing gums firm and pink and posture erect. Since nutrition make up each and every cells of the body, keeping up with the nutritional needs become important for healthy development of the body and mind. Deficiency excess or inequality of nutrition can not only create mild disorder but can even physically disable or kill a person. Uh, 2 to 3 years ഏജ് ഗ്രൂപ്പിന്റെ പോലെ 3 to 6 years കുഞ്ഞുങ്ങൾക്കും അത് ന്യൂട്രീഷൻ നീഡ്സ് ഉണ്ട്. അതിന്റെ ചൈൽഡ് ഫുൾ നറിഷ്ഡ് ആണെങ്കിൽ അതിന്റെ നോർമൽ വെയിറ്റ് ഹൈറ്റും അനുസരിച്ച് ഏജും അനുസരിച്ച് ഈക്വൽ ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, അലേർട്ട് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും, പിന്നെ ക്യൂരിയസ് ആയിരിക്കും. അവർക്ക് പിന്നെ ഓരോ കാര്യം ചോദിക്കാനും അതിനെ പറ്റി അറിയാനുള്ള ക്യൂരിയസ്നെസ് വരും. അത് കഴിഞ്ഞിട്ട് അത് കുഞ്ഞുങ്ങൾ നൈറ്റിൽ നല്ലോണം ഉറങ്ങുവാണെങ്കിലും ഇറിറ്റേറ്റ് അല്ലെങ്കിൽ മുഷിയലില്ലെങ്കിൽ പിന്നെ നല്ല അറ്റൻഷൻ ആണെങ്കിൽ ഗുഡ്, നല്ല വിശപ്പും ഉണ്ട്, ബൗൾ മൂവ്മെന്റ്സ് കറക്റ്റ് നോർമൽ ആണെങ്കിൽ അത് ക്ലിയർ ഐസ്, ബ്രൈറ്റ് നോർമൽ ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽത്തി ആണ്. പിന്നെ അത് ന്യൂട്രിയൻസ് സെൽസിനെ ബോഡി ആയിട്ട് നല്ല മേക്കപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാം വർക്ക് ചെയ്യാനുള്ള അതുണ്ട്. ന്യൂട്രീഷൻ ബിക്കം ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ന്യൂട്രീഷണൽ വാല്യൂ നീഡ്സ് ഫുൾഫിൽ ചെയ്യേണ്ടത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സെസ് ഓർ ഇൻഇക്വാലിറ്റി ന്യൂട്രീഷൻ, അത് മൈൽഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസേബിൾ അല്ലെങ്കിൽ മരണപ്പെട്ട് ഉള്ള അത് ആയിരിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു അർസു. ദെൻ വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പറയട്ടെ മാം. ആരതി പറഞ്ഞു. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് അവരുടേതായ പോഷകങ്ങൾ ആവശ്യമുണ്ട്. നല്ല പോഷകാഹാരം ലഭിക്കുന്ന ഒരു കുട്ടിക്ക് ഉയരത്തിനും പ്രായത്തിനും അനുസൃതമായ ഭാരം ഉണ്ടായിരിക്കും. അവര് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതായത് നല്ല ജിജ്ഞാസയുള്ളവരായിരിക്കും. ഹീ സ്ലീപ്സ് വെൽ അറ്റ് നൈറ്റ്. അവർക്ക് രാത്രി നന്നായി ഉറങ്ങാൻ കഴിയും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് നന്നായി ഉറങ്ങാൻ കഴിയും. അവർക്ക് നല്ല വിശപ്പ് ഉണ്ടാവും. അവരുടെ മലമൂത്ര വിസർജനം എല്ലാം നോർമൽ ആയിരിക്കും. അവരുടെ കണ്ണുകൾ നല്ല തിളക്കമുള്ളതായിരിക്കും. ഹെയറും നല്ല തിളക്കമുള്ളത്, ചർമ്മം നല്ല മിനുസമുള്ളതായിരിക്കും. ടീത്ത് വൈറ്റ് ആൻഡ് ക്ലീൻ. പല്ലുകൾ വെളുത്തതും വൃത്തിയുള്ളതുമായിരിക്കും. മോണകൾ നല്ല പിങ്ക് കളറിലുള്ളതായിരിക്കും. ശരീരത്തിലെ ഓരോ കോശത്തെയും പോഷകങ്ങൾ ആഗിരണം ചെയ്യും. കുട്ടികളുടെ പോഷകാഹാരക്കുറവ് അമിതമല്ലെങ്കിൽ അവർക്ക് നേരിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. ഒരാളെ ശാരീരികമായി തളർത്തുകയോ കൊല്ലുകയോ ചെയ്യും പ്രോപ്പറായിട്ട് നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്, അതായത് ആഹാരത്തിന്റെയും പോഷകാഹാരത്തിന്റെയും ആവശ്യകത ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, 3 വയസ്സ്, അതായത് 0 to 3 years പ്രായമുള്ളവരെ പോലെ തന്നെ 3 to 6 years പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കും അവരുടേതായിട്ടുള്ള പോഷകാഹാരം ആവശ്യമുണ്ട്.
അപ്പൊ നമ്മൾ ജനിച്ചു കഴിഞ്ഞ് 3 വയസ്സ് വരെയാണ് നമ്മൾ നല്ല ആഹാരങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരുടെ കെയർ ചെയ്യുന്നത്, അങ്ങനെയല്ല നോക്കുന്നത്. മറിച്ച് 3 to 6 ഇയേഴ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെയും ന്യൂട്രീഷൻ നീഡ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ ഒരു ന്യൂട്രീഷൻ നീഡ്സ് എന്ന് പറഞ്ഞു, ഒരു വെൽ ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു വെൽ ന്യൂട്രീഷൻ ഇതായിട്ടുള്ള ഒരു കുട്ടിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളിലൂടെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു കുട്ടി നല്ല രീതിയിൽ പോഷകാഹാരം കഴിക്കുന്നുണ്ടോ, നല്ല ആരോഗ്യവാനുള്ള കുട്ടിയാണോ എന്ന് മനസ്സിലാക്കുന്നതിന് ചില കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. ആ ചില കാര്യങ്ങളാണ് താഴെ, അതായത് ആ പാരാഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതായത് സമീകൃതാഹാരം അല്ലെങ്കിൽ ഒരു പോഷകാഹാരം കഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പ്രായത്തിനും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഉയരത്തിനും, അതായത് ഏജിനും ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. ഫസ്റ്റ് പോയിന്റ് പിടികിട്ടിയോ? എന്താണ്? അതായത് കുട്ടിയുടെ പ്രായം അതുപോലെ തന്നെ കുട്ടിയുടെ ഹൈറ്റ്, ഇത് രണ്ടും നമ്മൾ നോക്കുമല്ലോ. അതിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് കുട്ടിക്ക് ഉണ്ടാകുന്നത് നോക്കും. ഇപ്പോ ഭാരം കുറവാണെങ്കിൽ, അതായത് ഏജിനും ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള ഭാരം കുറവാണെങ്കിൽ കുട്ടി അണ്ടർ വെയിറ്റ് ആകും. ഇനി ഭാരം കൂടുതലാണെങ്കിൽ അത് ഓവർ വെയിറ്റ് ആവും, അല്ലെ? അപ്പോ അത് രണ്ടും ഇല്ലാതെ കറക്റ്റ് ആ കുട്ടിയുടെ ഏജിനും അതുപോലെ ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ഒരു കുട്ടിക്ക് വേണ്ടത്. അപ്പൊ നമുക്കത് ഒരു കാര്യം അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ കുട്ടി നല്ല ഹാപ്പി ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, ക്യൂരിയസ് ആയിരിക്കും. ചില കുട്ടികളുണ്ട്, നമ്മള് കാണുന്നതാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സംസാരിക്കുന്നതൊക്കെ കാണാം. കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണോ കുട്ടികൾ നിങ്ങളുടെ? ആണ്. ചില കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുള്ളൂ, അവരെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഇത് കൊള്ളാലോ എന്ന് നമ്മൾ തന്നെ പറയും. അപ്പോ ഹാപ്പി ആയിരിക്കും, അതുപോലെ തന്നെ ക്യൂരിയസ് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടായിരിക്കും കുട്ടി നടക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള കുട്ടികള് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങള് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? ഉണ്ട്. ആൻസി, കുട്ടി ഉറങ്ങാറില്ലേ? ഇല്ല ടീച്ചർ, രാത്രിയും ഉറക്കമില്ല, പകലും ഉറക്കമില്ല. അതെ, എന്ത് പറ്റി? എന്താണ് ഉറക്കത്തിന് പ്രശ്നം? എന്താണ് കുട്ടിക്ക്? അറിയത്തില്ല ടീച്ചർ. ഞാൻ ക്ലാസ്സിൽ അന്ന് കുഞ്ഞിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു. ഓക്കെ ഓക്കെ, ആ മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങുന്ന കുട്ടികളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാകും. ഓക്കെ, നല്ല ശ്രദ്ധ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. പിന്നെ വിശപ്പുണ്ടാകും, ചോദിച്ചു വരും, നമ്മളോട് ചോദിച്ചു വരും, നമ്മൾ ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. അവരിങ്ങോട്ട് വന്ന് ചോദിക്കും, എനിക്ക് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ബവൽ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവും. മലമൂത്ര വിസർജനം, അതായത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെ? എല്ലാവരും ചെക്ക് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടി കറക്റ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ, കുട്ടി കറക്റ്റ് ആയിട്ട് ബവൽ മൂവ്മെന്റ്സ്, അതായത് നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ രാവിലെ, അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ, അങ്ങനെ അവരുടെ ആ ഒരു പ്രഭാത കൃത്യങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ടോ? കുഞ്ഞുങ്ങളോട് ചോദിക്കാറുണ്ടോ? വെള്ളം കുടിക്കാറുണ്ടോ? യൂറിൻ പാസ് ചെയ്യാറുണ്ടോ? ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്തിന്റെങ്കിലും ഡെഫിഷ്യൻസി ഒക്കെ കൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് വരാം. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ തന്നെ കണ്ണുകൾ നല്ല തിളക്കമുള്ള കണ്ണുകളായിരിക്കും. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങള്? നമ്മുടെ കണ്ണുകൾ പോലെയാണോ? നല്ല തിളക്കമായിരിക്കില്ലേ കണ്ണിന്? നല്ല ഭംഗിയായിരിക്കില്ലേ കണ്ണ് കാണാനായിട്ട്? നല്ല തിളക്കമുള്ള കണ്ണായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ളതായിരിക്കും. അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു അരിയായിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ മുടി നല്ല ഷൈനിങ് ആയിരിക്കും. നമ്മളെ പോലുള്ള മുടിയാണോ അവർക്കുള്ളത്? അവരുടെ മുടി നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? ഒന്നും ചെയ്യാതെ തന്നെ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ മുടി നല്ല ഭംഗിയായിരിക്കും, അല്ലെ? അപ്പൊ ഷൈനിങ് ആയിട്ടുള്ള ഒരു മുടിയായിരിക്കും ഉണ്ടാവുക. പിന്നെ പല്ല് നല്ല വെളുത്തതായിരിക്കും കേട്ടോ. ടീത്ത് നല്ല വെളുത്തതായിരിക്കും, നല്ല വൃത്തിയുള്ളതായിരിക്കും. പക്ഷെ മിഠായി തിന്നുന്ന കുഞ്ഞുങ്ങളുടെ കേസ് വേറെയാണ് കേട്ടോ. അവരുടെ പല്ല് എന്താണ് പ്രത്യേകത?
ചോക്ലേറ്റ് ഒക്കെ അധികമായിട്ട് കഴിക്കുന്ന, ഐസ്ക്രീം ഒക്കെ അധികമായിട്ട് കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ പല്ല് പല്ലിന് പുഴുപ്പിടിക്കും. ആ അത് ഇടയ്ക്കിടയ്ക്ക് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും അല്ലെ, കേടാകും പല്ല്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അതിന്റെ ടീത്ത് നല്ല വെളുത്തതായിരിക്കും, വൃത്തിയുള്ളതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അവരുടെ സ്കിന്നിൽ ഒന്ന് തൊട്ടാൽ മതി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോഫ്റ്റും ആയിരിക്കും, ചെറിയ രീതിയിൽ നനവുണ്ടാകും, തണുപ്പുണ്ടാവും തൊടുമ്പോൾ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ നമ്മുടെയൊക്കെ സ്കിന്നിൽ പിടിക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്കി, ചിലവർക്ക് തണുത്തിരിക്കും കേട്ടോ, ചിലവരുടെയൊക്കെ സ്കിൻ തൊടുമ്പോൾ ചൂടായിരിക്കും ഉണ്ടാവുക. പക്ഷെ കുഞ്ഞുങ്ങളുടെ അങ്ങനെയല്ല, അവർക്ക് സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ഒരു നനവുണ്ടാകും തൊടുമ്പോൾ തന്നെ. ഓക്കെ, അതൊരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് മോണകള് നല്ല രീതിയിൽ ഉറച്ചതായിരിക്കും. ഓക്കെ, പിന്നെ പിങ്ക് കളറിലുള്ളതായിരിക്കും. പല്ലിന്റെ മുകളിലുള്ള സംഭവം ഇല്ലേ, മോണ, നിങ്ങളൊന്ന് കണ്ണാടിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്ത് കളറാണെന്ന്. ഓരോരുത്തരൊന്ന് നോക്കി നിങ്ങളുടെ എന്ത് കളറാ. ഞാൻ എല്ലാ ക്ലാസ്സിലും ഇത് എടുക്കുമ്പോ ചോദിക്കാറുണ്ട്. പിങ്ക് ആണോ കളർ വരുന്നേ? ആ ഓക്കെ, പിങ്ക് ആണ്. ബാക്കിയുള്ളവര് എല്ലാവരുടെയും പിങ്ക് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോ നമ്മുടെ മോണകള് വൈറ്റ് ആണ് അല്ലെ. വൈറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാവും കേട്ടോ. അമൃത, അയൺ ഡെഫിഷ്യൻസി കാര്യങ്ങൾ ഉണ്ടാകാം, അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാ. വെളുത്തിരിക്കുവാണെങ്കിൽ ചിലവരുടെ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കും, ചിലവരുടെ കറുത്തിരിക്കും. ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് കേട്ടോ. പിങ്ക് കളറിലായിരിക്കണം നമ്മുടെ മോണ എപ്പോഴും ഉണ്ടാവേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലും എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അതായത് പോഷകങ്ങള് ന്യൂട്രീഷ്യസ് ഇത് നിർമ്മിക്കുന്നതിനാല് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായിട്ടുള്ള ഒരു വികാസം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിന് പോഷകാഹാരങ്ങള് നമ്മൾ കഴിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിലുള്ള ന്യൂട്രീഷന്റെ കുറവ് മൂലമാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത് അല്ലെ. ന്യൂട്രീഷന്റെ കുറവ് മൂലം നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാറില്ലേ. നമ്മൾ ശരിയായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്ത് വരില്ല, അസുഖങ്ങളൊന്നും വരില്ല. നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. പക്ഷെ നമ്മള് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല കഴിക്കുന്നത്, അമിതമായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ വേണ്ട തക്ക അളവിൽ കഴിക്കുന്നില്ല. ഇതൊക്കെ എന്താണ് ഡെഫിഷ്യൻസിക്കും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, പോഷകങ്ങളുടെ കുറവ് അതായത് അധികമാകാനായിട്ട് പാടില്ല. അപ്പോഴാണ് നമ്മള് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളില് ഇത്തരത്തിലുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ട് പാടുള്ളതല്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് ഫിസിക്കലായിട്ട് അഫക്ട് ചെയ്യും, പിന്നെ മെന്റലായിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? വേറെ എന്തൊക്കെയാണ് കുട്ടികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങള്? ഒരു കുട്ടിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി ന്യൂട്രീഷ്യസ് ആയിട്ട് ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? ന്യൂട്രീഷൻ അല്ലാന്നുണ്ടെങ്കിൽ നഖത്തിൽ പാട് വരാറുണ്ട്. അതെ അതെ, നഖത്തിൽ പാട് വരാറുണ്ട്. ഓക്കെ, അത് ശരിയാണ്. അതുപോലെ മുഖത്തൊരു വെള്ളപ്പാണ്ട് കാണും, ഒരു ചെറിയ വട്ടം വട്ടമായിട്ട്. മുഖത്തല്ലേ? ഒരു ചെറിയ വട്ടം പോലെ ഇങ്ങനെ ഒരു വെളുപ്പ് കാണും. വിളർച്ച, കയ്യിലും കണ്ണിലുമായിട്ട് വിളർച്ച, ഒരു മഞ്ഞ കളർ പോലെ. കണ്ണ് മഞ്ഞ കളറിലാണ് കിടക്കുന്നത്. അതെ അതെ, ഓക്കെ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്ന ആക്ടിവിറ്റി എല്ലാരും ചെയ്തായിരുന്നോ? ഇവിടെ സെഷൻ ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നല്ലേ? ചെയ്യാത്തവര് ചെയ്തിട്ടുണ്ടോ? ഇല്ല ടീച്ചർ, ഞാൻ ലീവായിരുന്നു, ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി എത്ര പേരാണ് പ്രസന്റ് ചെയ്തിട്ട്? മാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാം. എന്താണ്?
ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചും കേൾപ്പിച്ചായിരുന്നു. മാം ഞാൻ ചെയ്തില്ലായിരുന്നു. ജിഷയും ചെയ്തു, ജിഷയും വായിച്ചു കഴിഞ്ഞല്ലേ? ഞാൻ ചെയ്തില്ല. ചെയ്തിട്ടില്ല. മാം ആരതിയാണ് വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അതെ അല്ലേ? ഇനി ആരൊക്കെയാണ് ചെയ്തിട്ട് വായിക്കാത്തത്? ആരൊക്കെയാ? ടീച്ചർ ഞാൻ. ആൻസി വായിച്ചിട്ടില്ല. പിന്നെ അർസു വായിച്ചിട്ടില്ല. ഇല്ല. പിന്നെ അഞ്ജു വായിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാം അല്ലേ? റെഡിയാണോ? അഞ്ജു, അർസു, ആൻസി റീഡ് ചെയ്യാമോ? ഓക്കെ, ഒരു സെക്കൻഡ് കേട്ടോ. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യൂ. ഇപ്പൊ വരാം. ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ. വായിക്കട്ടെ ടീച്ചർ? വായിച്ചോളൂ, ആൻസി വായിച്ചോളൂ. ജനന സമയത്തുള്ളത് BCG ഹെപ്പറ്റൈറ്റിസ് B0 ഡോസ്, OPV 0 ഡോസ്. പിന്നെ 6 ആഴ്ചയുള്ള പെൻഡാവാലന്റൈൻ 1, OPV 1, IPV 1, റോട്ടാ വൈറസ് വാക്സിൻ 1, PCV 1. പിന്നെ 10 വീക്സിലുള്ള പെൻഡാവാലിൻ 2, OPV 2, റോട്ടാ വൈറസ് വാക്സിൻ 2. പിന്നെ 14 വീക്സിനുള്ള പെൻഡാവാലിൻ 3, OPV 3, PCV 2, IPV 2, റോട്ടാ വൈറസ് വാക്സിൻ 3. പിന്നെ 9 മന്ത്സ് ആകുമ്പോൾ MR വാക്സിൻ 1, മീസിൽസ് റുബല്ല, വൈറ്റമിൻ A1, PCV ബൂസ്റ്റർ, IPV 3. പിന്നെ 14 മാസം മുതൽ 24 മാസം വരെ ഉള്ളത് MR2 JE വാക്സിൻ. JE വാക്സിൻ എന്ന് പറയുന്ന ടീച്ചർ, ഇത് ട്രിവാൻഡ്രം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും മാത്രമേ ഇതുവരെ നിലവിൽ വന്നിട്ടുള്ളൂ. പിന്നെ DPT ബൂസ്റ്റർ 1, വൈറ്റമിൻ A2, OPV ബൂസ്റ്റർ ഡോസ്. പിന്നെ 5 വയസ്സിനും 6 വയസ്സിനും ഇടയ്ക്കുള്ള DPT രണ്ടാമത്തെ ബൂസ്റ്റർ ഡോസ് ആണ്. പിന്നെ 10 വയസ്സിലുള്ള TD1, 16 വയസ്സിലുള്ള TD2. താങ്ക് യു. ഞാൻ വായിക്കട്ടെ? വായിച്ചോളൂ. BCG at birth within 1 year, hepatitis B at birth within 24 hours, OPV at birth within 15 days, OPV 1, 2, 3, 6, 10, 14 weeks, pentavalentine 1, 2, 3, 6, 10, 14 weeks, measles 9 months, DPT booster 16 months, measles second dose 16 months, DPT booster 16 months, OPV booster 16 months, Japanese encephalitis 16 months, DPT booster 5 years. Okay ആണോ മാം? ഓക്കെ ആണ്. ഓക്കെ. ഇനി ഞാൻ വായിക്കട്ടെ മിസ്സേ? വായിച്ചോളൂ. At birth BCG OPV 0 ഹെപ്പറ്റൈറ്റിസ് BO ബർത്തിന്. പിന്നെ 6 വീക്സിന് പെൻറ്റാവാലന്റ് DPT ഹെപ്പറ്റൈറ്റിസ് B ഹെപ്പറ്റൈറ്റിസ്. പിന്നെ 1 ഡോസ് 1 നിമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ 1,
6 weeks OPV 1 IPV1 rotavirus vaccine 1 പിന്നെ 10 weeks pentavalent DPT hepatitis B and HIV 2 second dose pneumococcal conjugate vaccine 2 second dose OPV2 rotavaccine 2 പിന്നെ 14 weeks pentavalent 3 pneumococcal conjugate vaccine 3 OPV3 rotavirus vaccine 3 IPV2 6 months vitamin A first dose. അത് കഴിഞ്ഞിട്ട് 9 to 12 months മീസിൽസ് ഫസ്റ്റ് ഡോസ് യെല്ലോ ഫീവർ മാഗ്നറ്റിക്സ് വാക്സിൻ വിറ്റാമിൻ എ സെക്കൻഡ് ഡോസ് പിന്നെ 15 months മീസിൽസിന്റെ സെക്കൻഡ് ഡോസ് പിന്നെ 9 years HPV ഫസ്റ്റ് ഡോസ് പിന്നെ BCG should be given at birth and can be given up until 11 months. OPV 0 must be given before the age of 2 weeks. HEPBO should given at birth or within 24 hours. HPV should be introduced soon. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. മിസ് വായിക്കട്ടെ? അഞ്ചു വായിച്ചു. ബർത്തില് BCG OPV ഹെപ്പറ്റൈറ്റിസ് B1 6 വീക്സില് DTaP 1 അല്ലെങ്കിൽ DTaP ഇതിലേതേലും ഒന്ന്, പിന്നെ IPV 1 HIV 1 ഹെപ്പറ്റൈറ്റിസ് B2 PCV 1 റോട്ടാവൈറസ് 1 പിന്നെ 10 വീക്സില് മറ്റേ DTWP2 അതിന്റെ സെക്കൻഡ് ഡോസ്, പിന്നെ IPV2 HIB2 ഹെപ്പറ്റൈറ്റിസ് B3 PCV 2 റോട്ടാവൈറസ് 2 പിന്നെ 14 ആഴ്ച മേളി പറഞ്ഞ DTWP അല്ലെങ്കിൽ DTaP അതിന്റെ മൂന്നാമത്തെ ഡോസ്, പിന്നെ IPV3 HIB3 ഹെപ്പറ്റൈറ്റിസ് B4 PCV3 റോട്ടാവൈറസ് 3 പിന്നെ 6 months ഇൻഫ്ലുവൻസയുടെ ഫസ്റ്റ്, 7 months ഇൻഫ്ലുവൻസയുടെ 2 പിന്നെ 6 മുതൽ 9 മാസം വരെ തൈറോയിഡ് കൺജുഗേറ്റ് വാക്സിന്, പിന്നെ 9 months MMR 1, 12 months ഹെപ്പറ്റൈറ്റിസ് A ഫസ്റ്റ് ഡോസ്, പിന്നെ 15 മാസമാകുമ്പോൾ MMR 2, വെറിസെല്ല 1 PCV ബൂസ്റ്റർ ഡോസ്, 16 മുതൽ 18 മാസം വരെ DTWP അല്ലെങ്കിൽ DTaP അതിന്റെ B1, HIB B1, IPV B1 പിന്നെ 18 മാസം മുതൽ 19 മാസം വരെ ഹെപ്പറ്റൈറ്റിസ് A2 വെറിസെല്ല 2, 4 മുതൽ 6 വയസ്സ് വരെ DTWP അല്ലെങ്കിൽ DTaPയുടെ B2, IPV B2, MMR 3 പിന്നെ 10 മുതൽ 12 വയസ്സ് വരെ TDAP അല്ലെങ്കിൽ HPV. കഴിഞ്ഞു മിസ്. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ടീച്ചർ, നമ്മളിപ്പോ ഇത്രയും കുട്ടികൾ പറയുന്നതില് നമ്മൾ പറയുന്നതിൽ എല്ലാവരും സെയിം ആയിട്ടല്ലല്ലോ ടീച്ചർ പറയുന്നത്, വ്യത്യാസം വരുന്നില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞതില് ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും ജപ്പാൻ ജ്വരത്തിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അത് ഞാൻ ആശാ വർക്കർ വഴിയാണ് എഴുതിയത്. അല്ലാതെ ഇപ്പൊ അഞ്ജു പറഞ്ഞതിലും അർസു പറഞ്ഞതിലൊക്കെ ഞാൻ എഴുതിയതും അവരെഴുതിയതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ടീച്ചർ അത്? അത് വ്യത്യാസം വരുന്നുണ്ട് ഓരോ ഇതിന്. അർസു എവിടെയാണ് താമസിക്കുന്നത്?
ഞാൻ പത്തനാപുരത്താ, പക്ഷെ പഠിച്ചതെല്ലാം നോർത്ത് ഇന്ത്യയിലാ. നോർത്ത് ഇന്ത്യയിലാണ്. ഇത് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്, കളക്ട് ചെയ്തത്? ഓൺലൈൻ നോക്കി ഗൂഗിളില്. ഓൺലൈൻ നോക്കിയതാണ് അല്ലേ? ആ. പിന്നെ ആരാണ് അയച്ചത്? അഞ്ജു. അഞ്ജു എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്? മിസ്, ഇത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഇപ്പൊ 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കാർഡ് കൊടുക്കില്ലേ ഇവരുടെ വാക്സിന്, ആ ആ ആ ആ കാർഡിനകത്തു നിന്നാ വായിച്ചത്. അതിനകത്ത് നിന്നാണ് അല്ലേ? ആൻസിയാണ് ആശാ വർക്കർ വഴി ടീച്ചർ, കളക്ട് ഞാൻ ചെയ്തത്, ആശാ വർക്കറിന്റെ നിന്നാണ് മേടിച്ചെഴുതിയത്. മേടിച്ചത് അല്ലേ? അപ്പൊ ഒന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കും. ഇങ്ങനെ രണ്ടുപേര് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്, എന്തുകൊണ്ടാണെന്നൊന്ന് ചോദിച്ചു നോക്കും. അവർക്ക് അറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് ഓക്കെ ന്യൂ വെർഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ PDF-ലെ പോലെയല്ല, കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടില്ലേ? കുറെ വാക്സിൻ ഒന്നും കൊടുക്കുന്നില്ല അല്ലെ? റോട്ടാ വൈറസ് എന്ന് പറയുന്ന വാക്സിൻ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് പുതുതായിട്ട്. പിന്നെ പെന്റാവാലിൻ കൊടുക്കുന്നു. അങ്ങനെ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആശാ വർക്കറോട് പക്ഷെ ചോദിച്ചു. മിസ്, ഈ റോട്ടാ വൈറസിന്റെ എന്റെ 2 കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. 3 ഡോസും കൊടുത്തിട്ടുണ്ട്. ന്യൂമോകോക്കല് മൂത്തയാളുടെ സമയത്ത് ഗവൺമെന്റിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അത് പ്രൈവറ്റ് ആയിട്ടാ കൊടുത്തിരുന്നേ. പിന്നെ രണ്ടാമത്തെ ആളായപ്പോ അത് ഗവൺമെന്റിൽ അപ്രൂവ് ആയി, അപ്പൊ അത് ഗവൺമെന്റ് വഴിയാ കൊടുത്തിരുന്നേ. കൊടുത്തിരുന്നത് അല്ലേ? ആ. ടീച്ചർ, ഞാൻ പറഞ്ഞതെല്ലാം ഗവൺമെന്റ് വഴി ഉള്ളതാണ്, നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അത് ആശാ വർക്കർ പറഞ്ഞായിരുന്നു. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ളത് ഒന്നും അറിയത്തില്ല. ഞാൻ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് സർക്കാരുടെയാണ്, നിലവിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയാണ്. കൊടുത്തിരിക്കുന്ന രീതിയാണ് അല്ലെ? അതെ. പ്രൈവറ്റ് അതൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ. പ്രൈവറ്റില് വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഓക്കെ വ്യത്യാസങ്ങൾ ഉണ്ടോ അങ്ങനെ ചോദിച്ചു നോക്കുക. അവർക്കാവുമ്പോ ഓക്കെ ടീച്ചർ. എന്നെക്കാളും നന്നായിട്ട് പറയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഓക്കെ ടീച്ചർ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് പറഞ്ഞു, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നീഡ്സ് പറഞ്ഞു. ഇനി അടുത്തത് ഡയറ്ററി റിക്വയർമെന്റ്സ് ആണ്. ഡയറ്ററി റിക്വയർമെന്റ്സ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 3 പാരഗ്രാഫ് ഉണ്ട് കേട്ടോ, അത് 3 ഫുൾ ആയിട്ട് തന്നെ വായിക്കാം.
വായിച്ചു കഴിയുമ്പോ തമ്പയ്യാട്ടോ. ഓക്കെ, അഞ്ജു ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ. The nutritional necessity of children depends upon their body size, which is much higher than those for adults. Though the body needs all the nutrients in required proportions, nutrients more important at this age are carbohydrate, protein, vitamins A, B, C, and D, calcium, phosphorus, iodine, and iron. The energy and protein requirements for 3 to 6 years age group are as follows. Energy 1690 kilocalories per day, protein 30 gram per day. എന്താ മനസ്സിലായത്? കുട്ടികളുടെ ന്യൂട്രീഷണൽ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു കുട്ടിയുടെ ബോഡി സൈസിനനുസരിച്ച് ഇരിക്കും. അത് അഡൽസിനെക്കാട്ടിലും ഒരുപാട് കൂടുതലായിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ട ന്യൂട്രീഷണൽ ഇതെന്ന് പറയുന്നേ. പിന്നെ എല്ലാ ന്യൂട്രീഷൻസും ഒരുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമാണെങ്കിലും കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും വൈറ്റമിൻസിൽ എ, ബി, സി ആൻഡ് ഡിയും പിന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, അയഡിൻ പിന്നെ അയൺ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ വേണ്ട ന്യൂട്രീഷന്. പിന്നെ ഒരു 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടിക്ക് വേണ്ട എനർജി അല്ലെങ്കിൽ പ്രോട്ടീൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് 1690 കിലോ കാലറീസ് ഒരു ദിവസം. 1690 കിലോ കാലറീസും പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ദിവസം 30 ഗ്രാമുമാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ഡയറ്ററി റിക്വയർമെന്റ്സ് അതായത് ഭക്ഷണത്തിന്റെ ആവശ്യകതകൾ ആണ് പറയുന്നത്. ഇതിനകത്ത് ഒരു ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആ കുട്ടി, അതായത് ഒരു കുട്ടിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പോഷകാഹാരത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ബോഡി സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചിട്ടാണ്, ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കുട്ടിയുടെ ബോഡി സൈസ് എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവന്റെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതിനോട് ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അഡൽട്സിനേക്കാൾ അതായത് വലിയവരെക്കാളും കുറച്ചും കൂടി കൂടുതൽ പോഷകാഹാരം നമ്മൾ ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് കൊടുക്കണം അല്ലെ? പിന്നെ അതുപോലെ തന്നെ ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു റിക്വയർഡ് പോർഷനിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതായത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ ഈ വളരുന്ന പ്രായമാണ് കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത്, അവർ വളർന്നു വരുന്ന പ്രായമാണ്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമാണ് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ കാര്യമായിട്ട് നടക്കുകയുള്ളൂ അല്ലെ? നമ്മള് ഫിസിക്കലി മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളുടെ മനസ്സൊക്കെ ആവണ്ടേ, മെന്റലി നമ്മൾ ഹാപ്പി ആകണ്ടേ? നമ്മുടെ ഫിസിക്കൽ അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക. അതിലൂടെ മാത്രമാണ് നമുക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവുക അല്ലെ? നമുക്ക് മനസ്സും അതുപോലെ തന്നെ തലച്ചോറും ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനാവശ്യമായിട്ട് എന്ത് കൊടുക്കണം ബോഡിക്ക്? നമ്മുടെ ബോഡിക്ക് മാത്രമല്ല, നമ്മുടെ തലച്ചോറിന്, നമ്മുടെ മനസ്സിനൊക്കെ എന്ത് ആവശ്യമാണ്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. അപ്പോ പ്രപ്പോർഷൻ, അതായത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു അനുപാതം ഉണ്ടായിരിക്കണം. അതായത് കുട്ടികൾക്ക് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് എന്തൊക്കെ ചേർന്നിട്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉൾപ്പെടുത്താറില്ലേ? എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്? അന്നജം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അല്ലെ? അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം എന്താ? ചോറ്. കാർബോഹൈഡ്രേറ്റ് ആണ്.
അല്ലെ? പിന്നെ നമ്മൾ കഴിക്കുന്ന ചപ്പാത്തി, എല്ലാ ആ സാധനത്തിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തത് കുറച്ച് ചില കാര്യങ്ങളിലും മാത്രമാണ്. ചോറിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ ചപ്പാത്തിയിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളിലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് വേണം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എനർജി ഉണ്ടാക്കുന്നതാണ്. മറ്റെല്ലാ ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം, അതായത് മറ്റെല്ലാ ഭക്ഷണങ്ങളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ഇപ്പോ ഞാനിപ്പോ പറയുവാണെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണി വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നു. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം കഴിക്കുക? അതിനകത്തുനിന്ന് ഫ്രൂട്ട്സ് ആണോ ബിരിയാണിയാണോ കഴിക്കുക? ബിരിയാണി. തീർച്ചയായിട്ടും ബിരിയാണിയാ കഴിക്കുക. കാരണം നമ്മൾക്ക് വിശക്കുന്ന സമയത്ത്, നമ്മൾക്ക് ഊർജ്ജമില്ല സമയത്ത്, ഭയങ്കര വിശപ്പാണ്, അപ്പൊ നമുക്ക് കുറച്ച് എനർജി എത്രയും പെട്ടെന്ന് ആവശ്യമാണെന്ന് നമ്മുടെ ബ്രെയിന് തോന്നും, അല്ലെ? ബ്രെയിനും അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്തും തമ്മിൽ നേരിട്ട് കണക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബ്രെയിനും എന്താണ് നമ്മുടെ ഭക്ഷണ ക്രമീകരണത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പറയും നമുക്ക് എനർജിയാണ് വേണ്ടത്, നമ്മുടെ തലച്ചോറ് പറയും എനർജിയാണ് വേണ്ടത്, അതുകൊണ്ട് ബിരിയാണി എടുക്കാനായിട്ട് പറയും. അപ്പൊ നമ്മൾ ബിരിയാണി എടുക്കും, അപ്പൊ നമുക്ക് കാർബ് നമുക്ക് കിട്ടുവാണ്, അല്ലെ? പ്രോട്ടീനിൽ ഫ്രൂട്ട്സിൽ ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഫ്രൂട്ട്സിനേക്കാളും കൂടുതലായിട്ടുള്ളത് കാർബുള്ളത് നമ്മുടെ ബിരിയാണിയിലാണ്. ചോറ് അല്ലെ, ബിരിയാണിയുടെ റൈസ് ഉണ്ട്, അപ്പൊ അതിനകത്തുണ്ട്. അപ്പൊ നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും, നമുക്ക് ഉന്മേഷം തോന്നും, വിശപ്പൊക്കെ തീരുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനുള്ള ആവേശവും ഉന്മേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എനർജി തരുന്ന ഒരു ഫാക്ടർ ആണ്. പിന്നെ രണ്ടാമത്തത് പ്രോട്ടീൻ വേണം, അല്ലെ? പ്രോട്ടീൻ എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ പ്രോട്ടീൻ മസിൽ മസിൽ ഡെവലപ്മെന്റ് ആണ്, അല്ലെ? ഓക്കെ, നമ്മുടെ ഒരുവിധ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മുടെ വയറ് നിറയ്ക്കുന്നതും, അതുപോലെ നമ്മുടെ മസിൽ ഡെവലപ്മെന്റിനും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻസ്. എന്തിനാണ് വൈറ്റമിൻസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത്? നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനല്ലേ? കാർബും പ്രോട്ടീനും മാത്രം നമ്മൾ കഴിച്ചാൽ മതിയോ? ഒരിക്കലുമില്ല. നമ്മള് വൈറ്റമിൻസും കൂടി അതിനകത്ത് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഡൈജഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുക, അതുപോലെ മെറ്റബോളിസം ഉണ്ടാവുക. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വൈറ്റമിൻസ് ധാരാളം ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ വൈറ്റമിൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, അല്ലെ? വൈറ്റമിൻ എ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇലക്കറികളിലും, അല്ലെ, പഴവർഗ്ഗങ്ങളിലൊക്കെ അല്ലേ കൂടുതലായിട്ടുള്ളത്? ആണോ വൈറ്റമിൻ എ? പിന്നെ വൈറ്റമിൻ ബി ഉണ്ട്. വൈറ്റമിൻ ബി തവിട് കളയാത്ത ധാന്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ വൈറ്റമിൻ സി പുളിരുചിയുള്ള പഴവർഗ്ഗങ്ങൾ, അതായത് നാരങ്ങ, തക്കാളി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, മുസമ്പി, അതിലൊക്കെയാണ്. പിന്നെ ചെറുനാരങ്ങ, അതിലൊക്കെ വൈറ്റമിൻ സി കാണപ്പെടുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡി, അത് നമുക്ക് സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെ? കൂടുതലായിട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൺലൈറ്റ് അല്ലേ? അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ആളുകൾ ഇപ്പൊ എല്ലാവരും മരുന്ന് കഴിക്കുന്നത്, അല്ലെ? എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആളുകൾക്ക് എന്തുണ്ട്? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, വെയിൽ കൊള്ളുന്നില്ല അല്ലെ നമ്മള്, അതുകൊണ്ട് തന്നെ അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് അതിന് നമ്മള് മരുന്നും ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കാൽസ്യം. കാൽസ്യം എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? എല്ലിനും പല്ലിനും ഒക്കെ നല്ലതല്ലേ കാൽസ്യം? ആണോ? ഡോക്ടേഴ്സ് കാൽസ്യം ടാബ്ലറ്റ് എഴുതാറുണ്ട്, അല്ലെ? നമുക്ക് പല വേദനകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെ, കാലുവേദന, മുട്ടുവേദന, കൈവേദന, അതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? കാൽസ്യം ടാബ്ലറ്റ് എഴുതി കൊടുക്കാറുണ്ട്. അപ്പൊ അതെന്താണ്? എല്ലുകൾക്കൊക്കെ നല്ലതിന് വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫോസ്ഫറസ് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്, അയഡിൻ ആവശ്യമാണ്, അയൺ ആവശ്യമാണ്, അല്ലെ? അപ്പൊ അയണിന്റെ ഒക്കെ കുറവ് മൂലം നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്താ? അനിമിക് ആവില്ലേ നമ്മള്? രക്തക്കുറവുണ്ടെങ്കില് അപ്പൊ നമുക്ക് തലകറക്കം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, കിതപ്പ് ഉണ്ടാകും, അല്ലെ? നമ്മൾ ചിലപ്പോൾ കുറച്ചു നേരമൊക്കെ നടക്കുന്ന സമയത്തൊക്കെ കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ബ്ലഡിന്റെ കുറവ് കൊണ്ടാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ, അതായത് 3 to 6 years വരുന്ന കുട്ടിയുടെ ഒരു എന്താ പറയാ, ആ കുട്ടിയുടെ ഒരു ആഹാരക്രമത്തില് വരേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എനർജി 1690 കാലറീസിലായിരിക്കണം ഉണ്ടാവേണ്ടത്, അതായത് ടോട്ടൽ കാലറീസ് വരുന്നത്. പിന്നെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ദിവസം 30 gram per day ആണ്. ഈ ഒരു കാൽക്കുലേഷനിലായിരിക്കണം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ ഈ ടെക്സ്റ്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ.
ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് വായിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. Okay, Miss. Good morning, Miss and my friends. Today class was very nice. Today Miss talked about safety of children at home or outside and gave us some safety related examples. And talked about the needs of children according to their age. We all understand each other well. Apart from that, friends also present the immunization chart. Thank you, Miss and everyone. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി Thank you, നെക്സ്റ്റ് teacher. Thank you, Miss. താങ്ക് യു. Thank you, Miss. താങ്ക് യു.